ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ട്രാഫിക്കിൽ വണ്ടി ഓടിക്കുന്നതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യുമെന്ന് കുറച്ച് പേരായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് അടുത്ത വീഡിയോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷെ ഒട്ടും സമയം കിട്ടുന്നില്ല. ഇന്നിപ്പോൾ എന്താ വർക്ക് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ആ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു. പക്ഷേ ഇന്ന് ഇറങ്ങിയപ്പോഴും ലേറ്റായി. ഇപ്പം മണി ഏകദേശം 6:15 കഴിഞ്ഞ്. അപ്പോൾ ലൈറ്റ് പോകുന്നതിന് മുമ്പ് എടുക്കാൻ വിചാരിച്ചു. ഇപ്പം നിങ്ങൾക്ക് ട്രാഫിക്കിൽ വണ്ടി ഓടിക്കുന്നതിനെ പറ്റി ഡൗട്ടൊക്കെ ഞാൻ ഇതിന് മുമ്പേ ഒരു 3 പാർട്ടായിട്ട് ചെയ്ത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു വീഡിയോസിൻ്റെ ലിങ്കും കൂടെ ഞാൻ ലിങ്കും കൂടെ ഞാൻ നമ്മുടെ വീഡിയോൻ്റെ അടിയിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ജസ്റ്റ് കയറി നോക്കാവുന്നതാണ്. അപ്പം കുറച്ചുകൂടെ ഐഡിയ കിട്ടും. പഴയ നല്ല ഇൻഡെപ്തായിട്ട് തന്നെ സംസാരിക്കുന്ന ഒരു വീഡിയോ തന്നെയായിരുന്നു. അപ്പം ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലാനും ഇല്ല. ലൈവായിട്ട് നമുക്ക് കിട്ടുന്ന ബ്ലോക്കിൽ എങ്ങനെ വണ്ടി എടുക്കാമെന്നുള്ളത് പറഞ്ഞുതരാം. ഇപ്പം ഈ ഒരു ട്രാഫിക്കിലൊക്കെ വണ്ടി ഓടിക്കാൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബേസിക്സ് അത്യാവശ്യം നല്ലപോലെ അറിഞ്ഞിരിക്കണം. ഗിയർ ഇട്ട് ക്ലച്ചിൽ മൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ്. കാരണം നമുക്ക് ഈ ഒരു നമ്മുടെ ഈ ട്രാഫിക്കിൻ്റെ ഇടയിൽ വണ്ടി ഓടിക്കുമ്പോഴത്തേനും കൂടുതലും നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നത് ഫസ്റ്റ് സെക്കൻഡ് ഗിയേഴ്സാണ്. കാരണം ഹയർ ഗിയേഴ്സിൽ നമുക്ക് ട്രാഫിക്കിൽ പോകാനായിട്ട് പറ്റത്തില്ല, വണ്ടി ഓഫായി പോകും. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡിലാണ് കൂടുതലും കളികൾ നമ്മുടെ ട്രാഫിക്കിൽ വരുന്നത്. സോ നിങ്ങൾ ബേസിക്സ് നമ്മുടെ ആ ഒരു ക്ലച്ച് റിലീസ് ചെയ്ത് വണ്ടി മൂവ് ചെയ്യാനായിട്ടുള്ള ഒരു സംഭവമൊക്കെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അതിനുശേഷമല്ലേ നമ്മൾ ട്രാഫിക്കിലോട്ടൊക്കെ വണ്ടി ഇറക്കത്തുള്ളൂ. ഇന്ന് ഞാൻ സ്പ്ലെൻഡർ എടുത്തുകൊണ്ടാണ് ഇറങ്ങിയത്. നമ്മുടെ ഡ്യൂക്കിൻ്റെ ടയർ, ഞാൻ ബാക്ക് ടയർ ഒരു സെക്കൻഡ് ടയർ വാങ്ങിച്ചിട്ട്, അപ്പോൾ അത് ടയർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കാത്തതാണ്. ഇപ്പം വർക്ക്ഷോപ്പിലോട്ട് എൻ്റെ ഒരു കസിൻ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം അവൻ ടയർ മാറിക്കൊണ്ട് വയ്ക്കും. അപ്പോൾ ട്രാഫിക്കിൽ നിങ്ങൾ മെയിൻലി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമ്മുടെ ഒരു റോഡിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ട്രിവാൻഡ്രത്തെ ഒരു രീതി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റോഡിൻ്റെയൊക്കെ ഒരു ഇതനുസരിച്ച് നോക്കുമ്പോൾ കൂടുതലും വണ്ടികൾ നമുക്ക് സ്പേസ് കിട്ടും. ഇപ്പം തന്നെ ഈ വണ്ടി പോകുന്ന ഇത് കണ്ടില്ലേ. അപ്പം ഇതിപ്പോൾ ബ്ലോക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡ്, ഈ ഒരു ലെഫ്റ്റ് സൈഡ് വഴി കിട്ടും സ്പേസ്. പക്ഷേ ലെഫ്റ്റ് സൈഡ് വഴി എടുക്കുന്നത് ഭയങ്കര ഡേഞ്ചറാണ്. അത് പിന്നെ ഇല്ലീഗലുമാണ്. നമുക്ക് ലെഫ്റ്റ് സൈഡ് വഴി ഒരു വണ്ടിയുടെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം റൈറ്റ് സൈഡ് വഴി തന്നെ എടുക്കാൻ നോക്കുക. അത്രയ്ക്ക് ടൈറ്റ് ട്രാഫിക്കാണ്. കാറുകളൊക്കെ ഇങ്ങനെ വരിയായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ലെഫ്റ്റിൽ നല്ല സ്ഥലമുണ്ട്. ബാക്കിയുള്ള വണ്ടികളും ലെഫ്റ്റ് സൈഡ് വഴി കയറി പോകുന്നുണ്ടെങ്കിൽ ഹോൺ അടിച്ചതിന് ശേഷം നിങ്ങൾ കയറി പോകാൻ ശ്രമിക്കുക. അപ്പം കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേനും അങ്ങനെ ഒരു സിറ്റുവേഷൻ കിട്ടുമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഗൈസ്. കിട്ടും. നമുക്ക് ഇവിടെ തൊട്ട് അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ടൈമിംഗ് ആയതുകൊണ്ട്. ഇപ്പോൾ ഗൈസ് ഇങ്ങനെ കയറുമ്പോഴത്തേനും ഞാൻ ഇപ്പം കേരള സൈറ്റ് കയറിയെന്ന് പറയുമ്പോൾ ഞാൻ ദിവസം പോണ വഴിയാണ്. പിന്നെ ഞാൻ പക്കയായിട്ട് ശ്രദ്ധിച്ചാണ് കയറിയത്. അപ്പോൾ നിങ്ങളിങ്ങനെ കയറുമ്പോഴത്തേനും നിർത്തി നോക്കിയിട്ടൊക്കെ കയറുക. കാരണം അറിഞ്ഞിടാത്ത റോഡാണെന്നുണ്ടെങ്കിൽ പല രീതിയിലുള്ള സിറ്റുവേഷൻസ് വരും. ഞാൻ ഇപ്പം കയറിയത് കണക്ക് എപ്പോഴും കയറാതിരിക്കുക. എൻ്റെ ഭാഗത്തു നിന്ന് വന്നൊരു മിസ്റ്റേക്കാണ്. ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് ഓപ്പോസിറ്റൊക്കെ വരുന്ന വണ്ടികളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ, ഇപ്പം ഞാൻ വണ്ടി ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ കയറിയത്. അപ്പോൾ നോക്കി കയറുക ഗൈസ്. അങ്ങനെ ഇപ്പം നമ്മുടെ റോഡിൻ്റെ ഒരു ഇതെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർ റൈറ്റ് സൈഡ് പിടിച്ച് ഓടിക്കാനേ നോക്കുകയുള്ളൂ. ബൈക്കുകളാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നമുക്ക് ഈ ട്രാഫിക്കിൻ്റെ ഇടയിൽ ലെഫ്റ്റ് സൈഡിൽ കൂടെയൊക്കെ എടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് മെയിൻലി നമുക്ക് ഒരു ട്രാഫിക്കിൻ്റെ ഇടയിൽ പോകുമ്പോഴത്തേനും ഫസ്റ്റിലിട്ട് എടുക്കേണ്ട, ഫസ്റ്റ് സെക്കൻഡ് ഗിയർ മാറി എടുക്കാനായിട്ട് നല്ല പ്രാക്ടീസ് ഉണ്ടായിരിക്കുക. ഇപ്പോൾ ഞാൻ കണ്ടില്ല, എനിക്ക് ഇപ്പോൾ ആ റൈറ്റ് സൈഡ് വഴി ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് റൈറ്റ് സൈഡ് വഴി ഓവർടേക്കാൻ പറ്റില്ല. കാരണം ഓപ്പോസിറ്റിൽ നിന്ന് വണ്ടി നല്ല സ്പീഡ് വരുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് എനിക്ക് ലെഫ്റ്റ് സൈഡിൽ കുഴിക സുഖമായിട്ട് ഓവർടേക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ ഒരു റോഡ് റൂൾസ് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇറ്റ്സ് നോട്ട് എ ഫെയർ തിങ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യാൻ പാടില്ല. ബട്ട് നമ്മുടെ റോഡിൽ വരുന്ന സിറ്റുവേഷൻസ് ഇങ്ങനെയൊക്കെയാണ്. അല്ലെങ്കിൽ ആൾക്കാരുടെ ഡ്രൈവിംഗ് സ്റ്റൈലും, അതായത് നമുക്ക് കിട്ടുന്ന നമുക്ക് എങ്ങനെ കയറി പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ റൈറ്റ് സൈഡ് വഴി ഞാൻ കയറി പോകുന്നതായിരിക്കും കൂടുതൽ ഡേഞ്ചർ. കാരണം ഇത്രയും വലിയ വണ്ടികൾ വരുന്നതാണ്. അപ്പം ലെഫ്റ്റ് സൈഡ് വഴി പോകുമ്പോഴാണ് ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് കംഫർട്ടബിൾ ആൻഡ് സേഫ്. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഇതേപോലെ നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുമ്പം വണ്ടികൾ ഇങ്ങനെ കയറി വരുന്നത് ശ്രദ്ധിക്കുക. പലപ്പോഴും ആക്സിഡൻറ്റുകൾ കൂടുതൽ നടക്കുന്നത് ഈ ഒരു രീതിയിലുള്ളൊരു ആക്സിഡൻസ് ആണ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളെപ്പോഴും കെയർ ചെയ്ത് നിൽക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോഴത്തേനും ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഒരു ഓട്ടോ കയറി വന്നിട്ടില്ലേ. അപ്പോൾ ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ എന്താ പറയുക, ശ്രദ്ധിക്കുക. എപ്പോഴും നിങ്ങളുടെ ഐസൈറ്റ് അടുത്തോട്ടാക്കാതെ ദൂരോട്ട് ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക. അതാണ് നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴത്തേനും പഠിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. ദൂരോട്ട് നോക്കി വണ്ടി ഓടിക്കുക. പിന്നെ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഇപ്പം എൻ്റെ ഇതിനകത്ത് ഹോൺ ഇല്ല കേട്ടോ, ഹോൺ വർക്കിംഗ് അല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ ടെസ്റ്റിങ്ങിൻ്റെ സമയത്ത് വണ്ടി കയറ്റി ഫുള്ള് പണി ചെയ്തതാണ്. പക്ഷേ ആ വർക്ക്ഷോപ്പിൽ
2 ദിവസം ഹോൺ കേട്ടു, 3ൻ്റെ അന്ന് വീണ്ടും കേൾക്കുന്നുണ്ട്. എന്തോ ഭാഗ്യം കേസ്, ഇപ്പൊ വീണ്ടും അടിച്ചു പോയി പറഞ്ഞ സമയത്തിന് കേട്ട് ഇപ്പൊ പോയി. ഇതോന്നറിയ ഇതൊക്കെ ട്രാഫിക് തന്നെയാണ്, ബ്ലോക്ക് തന്നെയാണ്. ബ്ലോക്ക് എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒരു കല്ലിബില്ലി ബ്ലോക്കാണ്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഗിയേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡും തേർഡുമാണ് ഞാൻ ഇപ്പോൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു ടൈമിൽ. കാരണം ഫസ്റ്റിൻ്റെ ഉപയോഗം വരുന്നില്ല. ഫസ്റ്റിൻ്റെ ഉപയോഗം എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് മറ്റേ തിക്കി തിരക്കി പോകുന്ന സമയത്താണ് നമ്മൾ ഫസ്റ്റ് ഇട്ട് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. കാരണം സെക്കൻഡിൽ പോലും വണ്ടി മൂവ് ആകത്തില്ല. അപ്പോൾ ഫസ്റ്റ് ഇട്ട് നമുക്ക് ആ ഒരു സിറ്റുവേഷൻസ് ഓടിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇപ്പോൾ എത്രയൊക്കെ പറഞ്ഞാലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ കിട്ടും. അപ്പോൾ നിങ്ങൾ അതും കൂടെ അനുസരിച്ച് നോക്കുക. പിന്നെ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോസും കൂടെ ഒന്ന് റെഫർ ചെയ്യുക ഗൈസ്. അപ്പോൾ അതിനകത്ത് ഞാൻ കുറേ ഡെപ്തായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളല്ല. പിന്നെ ആൾക്കാർ കൂടുതൽ ഡൗട്ട് വരുന്നതാണ് യു ടേൺ എടുക്കുന്ന കാര്യം. അപ്പോൾ എങ്ങനെയാണ് ബ്രോ യു ടേൺ എടുക്കുന്നത് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കും. അത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ കുറച്ചുകൂടെ അപ്പുറത്തോട്ട് പോയിട്ടൊരു ഡിവൈഡർ വരുന്ന ഒരു റോഡ് വരുമ്പോഴത്തേനും ഞാൻ ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ KSRTC കയറി വരുന്നതാണല്ലേ. അപ്പം ഇതൊക്കെ നിങ്ങൾ റോഡിൽ ശ്രദ്ധിക്കുക ഗൈസ്. KSRTCയും ഇങ്ങനത്തെ ബസ്സുകളൊക്കെ ഭയങ്കര എന്തോന്ന് പറയാൻ നിറഞ്ഞ് കയറി വരും. ആ ടൈമിലൊക്കെ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ, ബ്ലൈൻഡായിട്ട് ഓവർടേക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ബസ്സിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നല്ല ഇരിട്ടിയല്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും കാണാവോ എന്തോ. ബട്ട് സോറി ഗൈസ്, എനിക്ക് ഈ ഒരു ടൈമിങ്ങേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ രാവിലെ ആണെങ്കിൽ ഭയങ്കര റഷാണ്. ഞാൻ എണീക്കുന്നത് നല്ല ലേറ്റായിട്ടാണ്. അങ്ങനെ എണീറ്റ് ഫുഡൊക്കെ കഴിച്ച് വരാനും ഒക്കെ നല്ല നൂല് പിടിച്ച കണക്കാണ് ഓഫീസിലെത്തുന്നത്. അതുകൊണ്ടാണ് രാവിലെയും വീഡിയോസ് എടുക്കാൻ പറ്റാത്തത്. ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം കേസ്. നമ്മുടെ ചാനലിൽ എന്തായാലും ഞാൻ ഡെഡാക്കി കളയത്തൊന്നുമില്ല. ഇപ്പോൾ കഴിഞ്ഞൊരു വീഡിയോ നമ്മുടെ ബൈക്ക് റിലേറ്റഡ് വീഡിയോ ഇട്ടപ്പോഴും അത്യാവശ്യം നല്ലൊരു എന്താ പറയുക 10,000 പേരൊക്കെ കണ്ടു കേസ്. എനിക്കത് മതി. 100 പേര് കണ്ടാലും ഞാൻ വീഡിയോ ഇതിലിടും. എന്ന് ഒരാൾ പോലും കാണാതിരിക്കുന്ന അന്നേ ഞാൻ ഈ ഒരു ചാനലിൽ വീഡിയോ ഇടലും നിർത്തും. നമുക്ക് കുറച്ചുകൂടെ അപ്പുറത്തോട്ട് പോകുമ്പോഴത്തേനും ഒരു ബ്ലോക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഇങ്ങനെയൊക്കെ ഏതെങ്കിലും വണ്ടി ഇടവഴി നിന്നൊക്കെ കയറി വരണം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒതുക്കി കൊടുക്കാൻ പറ്റും. ബാക്കിൽ അങ്ങനെ വലിയ വണ്ടികളൊന്നും ഇല്ല, നിങ്ങൾക്ക് ഒതുക്കി കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒതുക്കി കൊടുക്കാം ഗൈസ്. നമുക്ക് ബ്ലോക്ക് ഇതാ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഞാൻ പറഞ്ഞില്ല, നമുക്ക് ലെഫ്റ്റ് സൈഡ് വഴി ഇവിടെ പാത്തുള്ളൂ. റൈറ്റ് സൈഡ് വഴി പോണത് കുറച്ചുകൂടെ റിസ്ക്കാണ്. കണ്ടില്ല, ഇപ്പോൾ ബാക്കിയുള്ള ബൈക്കുകൾ പോകണമില്ല. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ നോക്കിക്കോളുക. കാരണം നമ്മളിങ്ങനെ മര്യാദയ്ക്ക് വരുമ്പോൾ ചില മണപ്പന്മാരെ എടുത്ത് ലെഫ്റ്റിലോട്ട് കയറ്റി തരും. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ നിങ്ങൾ നോക്കുക. കാരണം കണ്ടില്ല, ആൾ കെയർലെസ് ആയിട്ട് ഒന്നും നോക്കാതെ എടുത്താൽ കയറ്റിയായിരുന്നു. അപ്പോൾ ഞാനും ഒന്നും നോക്കാതെ സ്പീഡിൽ അങ്ങ് ഈ ലെഫ്റ്റ് സൈഡ് വഴി പോയിരുന്നുണ്ടെങ്കിൽ എൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക്. ഞാൻ ലെഫ്റ്റ് സൈഡ് വഴി ഓവർടേക്ക് ചെയ്തു എന്നുള്ളൊരു ഇത് വരും. അപ്പോൾ അതും കൂടെ നോക്കുക. ഇപ്പം ഈ ആൾക്ക് അവിടെ തന്നെ കിടന്നിരുന്നെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? അപ്പം ഞാൻ മര്യാദയ്ക്ക് കയറി പോകേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നത്. ഇപ്പം തിന്നയില്ല തീറ്റിക്കയില്ല എന്നുള്ളൊരു പരിപാടിയിലോട്ടായി. ഈ വണ്ടി മാത്രം കണ്ടില്ലേ. ഇപ്പം ഈ ഒരു സിറ്റുവേഷൻ തന്നെ നിങ്ങൾ നോക്ക്. ഞാൻ റൈറ്റ് സൈഡ് എടുക്കുന്നത് ഭയങ്കര റിസ്ക്കാണ്. ഓൺ സ്പീഡ് ഉണ്ടോ KSRTC? നമുക്ക് നമ്മൾ മരിക്കുന്നതിനെ തോന്നും. അപ്പോൾ ഇവിടെ ഞാൻ എടുക്കുന്ന ഗിയേഴ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റും സെക്കൻഡും മാത്രമാണ് ഞാൻ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റും സെക്കൻഡിൽ മാത്രം. ഇപ്പം വണ്ടി സെക്കൻഡിലാണ്. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയി കഴിയുമ്പോൾ എനിക്ക് ഫസ്റ്റിലിട്ട് തന്നെ കണ്ടില്ല. ഇപ്പം ഞാൻ വണ്ടി ഫസ്റ്റിലിട്ടു. ഓട്ടോക്കാരാ കയറല്ലേ കണ്ടില്ലേ. നമുക്ക് കൂടുതൽ ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ സേഫായിട്ട് റൈറ്റ് സൈഡ് വഴി തന്നെ പോകാൻ നോക്കുക. എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും ഗൈസ്, നമുക്ക് എല്ലാവർക്കും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഒരു കണക്കാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, പറഞ്ഞു തന്നുള്ളൂ. ഇങ്ങനെയും ആൾക്കാർ വണ്ടി ഓടിക്കും.
സിറ്റുവേഷൻ അനുസരിച്ച് ഇൻസ്റ്റൻറ്റീവ്ലി നമ്മുടെ പല കാര്യങ്ങളും നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ച് ഇൻസ്റ്റൻറ്റീവായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ഇതിൽ. ഓ ആംബുലൻസ് വരുമ്പോൾ മാക്സിമം ലെഫ്റ്റിലോട്ട് ഒതുക്കി കൊടുക്കണം. ഈശ്വരാ ഒന്നും പറ്റല്ലേ. ഉണ്ടോ ഇപ്പം എന്താ ഇൻസ്റ്റൻറ്റീവായിട്ട് ഞാൻ ഇപ്പുറത്തോട്ട് എടുത്തോണ്ട് എനിക്ക് ഇവിടെ നിന്ന് ഇത്രയും കൂടെ മുന്നിലോട്ട് വരാൻ പറ്റി. ഓ ബ്രേക്കിങ്ങിലുണ്ട് കേട്ടോ കുറേയൊക്കെ. ഓവറായിട്ട് ആക്സിലേറ്ററും കൊടുക്കല്ലോ. പയ്യെ ഒരു സ്മൂത്തായിട്ട് ക്ലച്ച് വിടുന്നതിനനുസരിച്ച് പയ്യെ ആക്സിലേറ്റർ കൊടുത്ത് നമ്മൾ മൂവ് ചെയ്യിക്കുക. അത് നിങ്ങൾ ബേസിക്സ് ഒക്കെ ഒന്ന് പക്കയായിട്ട് സെറ്റായവർ മാത്രം ഈ ഒരു ട്രാഫിക്കിൻ്റെ ഇടയിലോട്ടൊക്കെ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കോൺഫിഡൻ്റ് ആകുമ്പോൾ ഇറങ്ങുക. എങ്ങനെ പോയാലും 2-3 തവണ നിങ്ങൾ ട്രാഫിക്കിൽ സ്റ്റക്കാവും. ഞാൻ ഉറപ്പ് തരാം, ട്രാഫിക്കിൽ നിങ്ങൾ സ്റ്റക്കാവും. പക്ഷേ നിങ്ങളൊരു 2 തവണ മാത്രമായിരിക്കും നിങ്ങൾ സ്റ്റക്കാവുന്നത്. അതിനുശേഷം നിങ്ങൾ സൂപ്പറായിട്ട് പിന്നെ വണ്ടി എടുക്കും. നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ കിട്ടും. ഹാൻഡ്സ് ഓൺ നമുക്ക് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് പിന്നെ നമ്മളങ്ങ് സെറ്റാവും. അപ്പോൾ അതുകൊണ്ട് ടെൻഷനൊന്നും അടിക്കണ്ട. എല്ലാവർക്കും പറ്റുന്ന പരിപാടി തന്നെയാണ് വണ്ടി ഓടിക്കുക എന്നുള്ളത്. 1-2 തവണ വീഴുന്നല്ലേ എല്ലാവരും പഠിക്കും. ഇപ്പം പിള്ളേരാണെന്നുണ്ടെങ്കിലും ആദ്യമേ നടക്കുകയോ ഓടെയൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. നമ്മളെല്ലാവരും നമ്മൾ ട്രൈ ചെയ്ത് പിണറായി വിജയൻ ഫുള്ള് പേരെയാണ് കേസ്, പോലീസാണ് കേസ്. പോലീസാ? They are my friends. ഒരുവിധം ഇങ്ങനെ ഫ്രണ്ട് എത്തി. മുഖ്യമന്ത്രി കാരണം നമുക്കൊരു ബ്ലോക്ക് എന്ന് കിട്ടി വീഡിയോ എടുക്കാൻ. ഇവിടേക്ക് ഇങ്ങനെയാണ് കേസ്. ഇവിടെ ഫുള്ള് മിക്ക ടൈമിലും ബ്ലോക്കാണ്. ഈ ഒരു വൈകിട്ട് ഈ ഒരു ടൈമിലൊക്കെ നല്ല ബ്ലോക്കാണ് ഇവിടെ. അയ്യോ ഇപ്പം ഞാൻ നിൽക്കുന്നത് കണ്ടില്ല, ഇത് കുറച്ച് നെഗറ്റീവാണ്. കാരണം ഇത്ര ഇപ്പുറത്തോട്ട് ഞാൻ വരാൻ പാടില്ലായിരുന്നു. കാരണം അത് ഓപ്പോസിറ്റ് പോകുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായി അല്ലേ. ഏയ് അങ്ങ് എടുക്കുക. ഹെൽമെറ്റ് ഇവിടെ കൂട്ടാ. അപ്പം ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യാനുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കണ്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അടുത്തൊരു വീഡിയോയിൽ കാണാം. സ്റ്റേ സേഫ്, റൈറ്റ് സേഫ് ആൻഡ് ബൂം.